പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലെ ദുരൂഹത ആരോപിച്ചുള്ള കുടുംബത്തിന്റെ പരാതിയിൽ പ്രതികരണവുമായി കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സലാം. കോളേജിലെ 3 കുട്ടികൾക്കെതിരെ അച്ഛൻ പരാതി രേഖാമൂലം ലഭിച്ചിരുന്നുവെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. പിന്നീട് ഇവർക്ക് മെമ്മോ നൽകി കോളേജിന്റെ ഭാഗത്ത് നിന്ന് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അബ്ദുൾ സലാം പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആക്ഷൻ എടുക്കുമായിരുന്നു. 25-27 സൺഡേ ആണ് അച്ഛനൊരു ഒഫീഷ്യൽ മെയിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഇത് ഇട്ടു, മെയിലിലേക്ക് ഇട്ടു. അടുത്ത ദിവസം തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്ന് ടീച്ചേഴ്സിൻ്റെ ചെറിയൊരു മീറ്റിംഗ് കൂടി ഒരു എൻക്വയറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടീച്ചറിനെ ചെയർമാനാക്കി. ഇങ്ങനെ അങ്ങനെ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മോ കൊടുത്തു. അവരെ വാദങ്ങൾ കേട്ടു. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ പരാതിയിൽ പ്രതികരിക്കുകയാണ് കോളേജ് പ്രിൻസിപ്പൽ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കുട്ടിപ്പാറയിലെ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ 22 വയസ്സുള്ള അമ്മു സജീവൻ കഴിഞ്ഞ ദിവസമാണ് കോളേജിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തത്. അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിശദമായ അന്വേഷണവും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കൂടെ ഉള്ള സഹപാഠികളായിട്ടുള്ള ചില കുട്ടികളുമായിട്ട് തർക്കം അമ്മുവിനുണ്ടായിരുന്നു. അമ്മുവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ഉണ്ടായതെന്നും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുമാണ് കുടുംബം ആരോപിച്ചത്. ഇക്കാര്യത്തിൽ അമ്മുവും ചില സഹപാഠികളുമായിട്ട് നിലനിന്നിരുന്ന തർക്കവുമായി സംബന്ധിച്ചിട്ട് കുട്ടിയുടെ പിതാവ് ഒരു പരാതി കോളേജ് പ്രിൻസിപ്പലിന് നൽകിയിരുന്നു. ഈ പരാതിയിൽ കോളേജ് നടപടി എടുക്കാനിരിക്കെയായിരുന്നു അമ്മു ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഈ വിഷയത്തിൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേകം ലഭിച്ചിരിക്കുന്നത് കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഈ അമ്മുവിന്റെ പിതാവ് നൽകിയിരിക്കുന്ന പരാതിയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന പരാതിയിൽ നടപടികൾ ഇരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായത്. ഒരു മെമ്മോ ഈ മറ്റു 3 കുട്ടികൾക്കും അമ്മുവിന്റെ സഹപാഠികളായിട്ടുള്ള 3 കുട്ടികൾക്കും നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാനിരിക്കുകയായിരുന്നു സംഭവം ഉണ്ടായത്. ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും പോലീസ് ഇപ്പോൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്യാപകരുടെയും ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പലിന്റെയും അമ്മുവിന്റെ മാതാപിതാക്കളുടെയും ഒക്കെ മൊഴി എടുക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ഈ കാര്യത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ABP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തുകയാണ്. വിശദമായ അന്വേഷണം ഒപ്പം തന്നെ ഈ സംഭവത്തിലുള്ള ദുരൂഹതകൾ പുറത്തു വരണമെന്നാണ് പ്രതിഷേധിക്കുന്ന ABP പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. കേസിൽ അമ്മുവിന്റെ സഹപാഠികളായിട്ടുള്ള 3 കുട്ടികൾ, ആ കുട്ടികളുമായി നിലനിന്ന തർക്കം, അതിന്റെ ഭാഗമായിട്ടാണ് അമ്മു കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടിയത് എന്നുള്ളതാണ് കുടുംബവും ഒപ്പം തന്നെ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകളും വിദ്യാർത്ഥികളും പറയുന്ന കാര്യം. ശരി, മിഥുൻ മുരളി.